മക്കാളീസ് മീൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്ക്. ആദ്യം മക്കാളി മീൻസിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറയാം. തോമസ് ബാബിങ്ടൺ മക്കാളെ ഫെബ്രുവരി 2, 1835 അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായ വില്യം ബെൻഡിക്ട് പ്രഭുവിന് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് മക്കാളീസ് മീൻസ് എന്ന് പറയുന്നത്. അത് ഓറിയൻ്റലിസ്റ്റും അതുപോലെ തന്നെ ആംഗ്ലിസിസ്റ്റും തമ്മിലുള്ള ഡിബേറ്റ് റിസോൾവ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തായിരിക്കണമെന്ന് ഡിറ്റർമൈൻ ചെയ്തു. മക്കാളി മിനിറ്റ്സിനെയാണ് മോഡേൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഫൗണ്ടേഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റിനെ മക്കാളി മിനിറ്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. തോമസ് ബാബിങ്ടൺ മക്കാളെ ഒരു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയനും പൊളിറ്റീഷ്യനും ആയിരുന്നു. അദ്ദേഹം 1834 മുതൽ 1838 വരെ സുപ്രീം കൗൺസിൽ ഓഫ് ഇന്ത്യയിലെ മെമ്പറായിരുന്നു. ദെൻ വില്യം ബെൻഡിക്ട് പ്രഭുവിൻ്റെ അണ്ടറിലുള്ള കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ്റെ പ്രസിഡൻ്റായിരുന്നു. ദെൻ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളായിരുന്നു തോമസ് ബാബിങ്ടൺ മക്കാളെ. പിന്നെ മക്കാളെ മിനിറ്റ്സിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് പറയുന്നത്. അതെങ്ങനെ വന്നെന്ന് അറിയണമെങ്കിൽ നമുക്ക് 1813 ചാർട്ടർ ആക്ട് അറിയണം. 1813 ചാർട്ടർ ആക്ടിലെ ക്ലോസ് 43 പ്രകാരം ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യയിലെ എഡ്യൂക്കേഷന് വേണ്ടി ആനുവലി 1 lakh rupees സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. ഈ 1 lakh rupees സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെങ്കിൽ റിവൈവൽ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ, എൻകറേജ്മെൻറ്റ് ഓഫ് ലേണഡ് നേറ്റീവ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ഇൻട്രൊഡക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് നോളജ് ഓഫ് സയൻസ്. ഈ ഒബ്ജക്റ്റീവ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതെങ്ങനെയാണ് അച്ചീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് മെത്തേഡ്സൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ചാർട്ടർ ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായില്ല. അതുപോലെ തന്നെ ഈ ചാർട്ടർ ആക്ട് ഓക്സിഡൻ്റൽ ഓറിയൻ്റൽ കോൺട്രവേഴ്സിക്ക് കാരണമായി. ഓറിയൻ്റലിസ്റ്റുകൾ ഇന്ത്യൻ കൾച്ചറിന് റെസ്പെക്റ്റ് ചെയ്തിരുന്ന, അതുപോലെ തന്നെ ഇന്ത്യൻ്റെ എഡ്യൂക്കേഷൻ്റെ മീഡിയം സംസ്കൃതം, അറബിക് ഇതുപോലുള്ള ഭാഷകളാവണം എന്ന് പറഞ്ഞിരുന്ന ആളുകളായിരുന്നു. ആംഗ്ലിസിസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഫേവർ ചെയ്തിരുന്ന, അതുപോലെ തന്നെ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു. സോ ഇവർ തമ്മിലുള്ള ഈ കോൺട്രവേഴ്സി ഉണ്ട്. അതുപോലെ തന്നെ ചാർട്ടർ ആക്റ്റിലെ ഒബ്ജക്റ്റീവ്സ് എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് അഡ്വൈസ് ചെയ്യാനും ഈ കോൺട്രവേഴ്സി അവസാനിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അന്നത്തെ ഗവർണർ ജനറലായിട്ടുള്ള വില്യം ബെൻഡിക്ട് പ്രഭു തോമസ് ബാബിങ്ടൺ മക്കാളിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കമ്മിറ്റി ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക് ശേഷം 1835 മക്കാളെ മീൻസ് സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താ വെച്ചാൽ ഇംഗ്ലീഷിനെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് പ്രപ്പോസ് ചെയ്തു. സാൻസ്ക്രിറ്റ്, അറബിക്, പേർഷ്യൻ പോലുള്ള ഇംഗ്ലീഷ് ഭാഷകളെ ഇംഗ്ലീഷ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണമെന്ന് അദ്ദേഹം അഡ്വൈസ് ചെയ്തു. അതുപോലെ തന്നെ യൂറോപ്യൻ ലിറ്ററേച്ചർ, സയൻസ്, ഫിലോസഫി ഇതൊക്കെ ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എഡ്യൂക്കേഷൻ, മാസ് എഡ്യൂക്കേഷൻ പകരം ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് പീപ്പിളിന് മാത്രം എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രൊപ്പോസലാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓറിയൻ്റൽ ലേണിങ്ങിനെ പൂർണ്ണമായിട്ടും റിജക്റ്റ് ചെയ്തു. പിന്നെ ഇതിൽ ഫേമസ് കോട്ട്സ് ആണ് പറയുന്നത്. എ സിംഗിൾ ഷെൽഫ് ഓഫ് യൂറോപ്യൻ ലൈബ്രറി വാസ് വർത്ത് ദ ഹോൾ നേറ്റീവ് ലിറ്ററേച്ചർ ഓഫ് ഇന്ത്യ ആൻഡ് അറേബ്യ. നെക്സ്റ്റ് കോട്ടിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ മക്കാളെ മീൻസിൻ്റെ മെയിൻ എയിമാണ് വി മസ്റ്റ് അറ്റ് പ്രസൻറ്റ് ഡു അവർ ബെസ്റ്റ് ഫോം എ ക്ലാസ് ഹു മേ be interpreters between us and the millions whom we govern, a class of persons Indian in blood and color but English in taste, in opinions, in morals and in intellect. അതായത് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത് മാസ് എഡ്യൂക്കേഷൻ അല്ല, പക്ഷെ അതിൻ്റെ പകരം ബ്രിട്ടീഷ് റൂളേഴ്സും അതുപോലെ തന്നെ ഇന്ത്യയിലെ കോമൺ പീപ്പിളും തമ്മിൽ ഒരു ഇൻ്റർമീഡിയറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് പീപ്പിളിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ്റെ മെയിൻ എയിമായിട്ട് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പിന്നെ ഇന്ത്യയിലുള്ള ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്ലോസ് ചെയ്യണമെന്നും അറബിക്, പേർഷ്യൻ, സംസ്കൃത് ലാംഗ്വേജസിലുള്ള ബുക്സൊക്കെ തന്നെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നും പറഞ്ഞു. അതുപോലെ തന്നെ ഈ നിലവിലുള്ള ഓറിയൻ്റൽ ലേണിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യണം. ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകിയിട്ടുള്ള ഗ്രാൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഫണ്ടിങ് പുതിയ
ഇംഗ്ലീഷ് സ്കൂൾസ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ 1,00,000 rupees സ്പ്രെഡ് ഓഫ് യൂറോപ്യൻ ലിറ്ററേച്ചർ ആൻഡ് സയൻസിന് വേണ്ടി യൂസ് ചെയ്യണമെന്നാണ് മക്കാളെ മിൻസിലൂടെ മക്കാളെ അഡ്വൈസ് ചെയ്തത്. ഈ എഡ്യൂക്കേഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിന് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള തിയറിയാണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ഈ തിയറി പ്രകാരം അപ്പർ ക്ലാസ്സസിന് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഈ അപ്പർ ക്ലാസ്സസിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം എഡ്യൂക്കേഷൻ മിഡിൽ ക്ലാസ്സിലേക്കും പിന്നീട് കോമൺ പീപ്പിളിലേക്കും ഫിൽട്ടർ ചെയ്യും എന്നാണ് മക്കാളെ പ്രപ്പോസ് ചെയ്തത്. ഈ ഫിൽട്രേഷൻ തിയറി ബ്രിട്ടീഷ് ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്തു. അതിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ മാസ് എഡ്യൂക്കേഷന് ആവശ്യമായിട്ടുള്ള ഫണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് മൊത്തത്തിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതിന് പകരം അവരുടെ അഡ്മിനിസ്ട്രേഷൻ സ്മൂത്തായി പോകാൻ വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ കൊണ്ട് അവർ എയിം ചെയ്തിരുന്നത്. പിന്നെ വെസ്റ്റേൺ വാല്യൂസൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് വഴി ഇന്ത്യയിൽ ഒരു കൾച്ചറൽ ഡൊമിനൻസും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ കൺട്രോളും കൊണ്ടുവരാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. ദെൻ യൂണിവേഴ്സൽ എഡ്യൂക്കേഷനേക്കാളും ഈ ഡൗൺവേർഡ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഒരു എക്കണോമിക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. പിന്നെ ഫിൽട്രേഷൻ തിയറീൻ്റെ ഔട്ട്കംസ് എന്തൊക്കെയാണെങ്കിൽ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്. ഈ തിയറി ശരിക്കും ഇൻറ്റൻറ്റ് ചെയ്തത് അപ്പർ ക്ലാസ്സിനാണെങ്കിലും ബെനിഫിറ്റ്സ് കൂടുതൽ ലഭിച്ചത് മിഡിൽ ക്ലാസ്സിനാണ്. കാരണം അപ്പർ ക്ലാസ് ഓൾറെഡി റിച്ച് ആയിട്ടുള്ള അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഒരു പൊസിഷനുള്ള ആളുകളായിരുന്നു. പക്ഷേ മിഡിൽ ക്ലാസ് പീപ്പിളിന് സൊസൈറ്റിയിൽ ഉയർന്നു വരാൻ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സഹായിച്ചു. ദെൻ ഇങ്ങനെ എഡ്യൂക്കേഷൻ ലഭിച്ചിട്ടുള്ള ഇന്ത്യൻസ് പിന്നീട് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ലീഡ് ചെയ്തു. ദെൻ ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്തു ഇന്ത്യൻസിൽ. അതുപോലെ തന്നെ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇന്ത്യയിൽ തന്നെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആളുകളെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചു. പിന്നെ മോഡേൺ എഡ്യൂക്കേഷനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിൻ്റെ ഫെയിലിയേഴ്സ് പറയുകയാണെങ്കിൽ നോളജ് ഡിഡ് നോട്ട് ട്രിക്കിൾ ഡൗൺ ടു മാസസ്, അതായത് മാസസിലേക്ക് എഡ്യൂക്കേഷൻ എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് പീപ്പിളും അതുപോലെ തന്നെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കോമൺ പീപ്പിളും തമ്മിൽ അവിടെ ഒരു സോഷ്യൽ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. മാസ് ഇലിറ്ററസി കണ്ടിന്യൂ, സോഷ്യൽ ഡിസ്കണക്ട് ആൻഡ് ക്ലാസ് ഡിവിഷൻ ആൻഡ് എഡ്യൂക്കേഷൻ റിമൈൻഡ് പ്രിവിലേജ് ഓഫ് ഫ്യൂ. ഇതൊക്കെയാണ് അതിൻ്റെ ഫെയിലിയേഴ്സ് പറയുന്നത്. പിന്നെ ബെൻഡിക് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മക്കാളേസിൻ്റെ റെക്കമെൻഡേഷൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാർച്ച് 7, 1835 ബെൻഡിക് പ്രഭു പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. അതിൽ എന്തൊക്കെയാണ് പറയുന്നത് വെച്ചെങ്കിൽ ഇംഗ്ലീഷ് ഈസ് ഡിക്ലെയർഡ് ആസ് ദ ഒഫീഷ്യൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ദെൻ ഓറിയൻ്റൽ സ്റ്റഡീസിന് യൂസ് ചെയ്യുന്നതിനുള്ള ഫണ്ടിങ് മൊത്തം ഇംഗ്ലീഷ് എഡ്യൂക്കേഷനായിട്ട് റീഡയറക്റ്റ് ചെയ്തു. വെസ്റ്റേൺ സയൻസും ലിറ്ററേച്ചറും ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ പുതിയ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. സോ ഈ റെസൊല്യൂഷൻ നമുക്ക് ഓക്സിഡൻ്റൽ ഓറിയൻ്റൽ കോൺട്രവേഴ്സിയിൽ ഓക്സിഡൻ്റലിസ്റ്റുകളുടെ ഒരു വിക്ടറി ആയിട്ട് പറയാൻ കഴിയും. പിന്നെ പറയുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ മക്കാളയുടെ കോൺട്രിബ്യൂഷനാണ്. ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് മക്കാളെ മിൻസിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ ഇന്ത്യക്കാർക്ക് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി കൊണ്ടുവന്നു. ദെൻ വെസ്റ്റേൺ സയൻസും ലോജിക്, റേഷണലിസം ഇതൊക്കെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തു. സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിന് ഒരു ഫൗണ്ടേഷനായിട്ട് ഈ എഡ്യൂക്കേറ്റഡ് ക്ലാസ് മാറി. പിന്നെ പറയുന്നത് മെറിറ്റ്സ് ആണ് പറയുന്നത്. മോഡേൺ സയൻറ്റിഫിക് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നു. പിന്നെ ഇൻ്റർനാഷണൽ നോളജിനും ഓപ്പർച്യൂണിറ്റീസിനും ഇന്ത്യക്കാർക്ക് ഓപ്പൺ ചെയ്തു കൊടുത്തു. നാഷണൽ യൂണിറ്റി ഉണ്ടാക്കുന്നതിന് കാരണമായി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു റിനൈസൻസ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഫ്രീഡം, ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റും ഒക്കെ ഉയർന്നു വന്നു. പിന്നെ പറഞ്ഞത് ഇതിൻ്റെ ഡീമെറിറ്റ്സ് ആണ്. നെഗ്ലക്റ്റ് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. നമ്മുടെ ഇന്ത്യക്ക് തന്നെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള നോളജ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതിനെ പൂർണ്ണമായിട്ടും മാർജിനലൈസ് ചെയ്തു. പിന്നെ എലൈറ്റ് എഡ്യൂക്കേഷനാണ് പ്രൊമോട്ട് ചെയ്തത്, മാസ് എഡ്യൂക്കേഷൻ അല്ല. ദെൻ അപ്പോൾ എഡ്യൂക്കേറ്റഡ് പീപ്പിളും അതുപോലെ തന്നെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും തമ്മിൽ ഒരു കൾച്ചറൽ ഗ്യാപ്പ് വന്നു. ദെൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതലായിട്ടും ബ്രിട്ടീഷ് കൾച്ചർ ഫോളോ ചെയ്തു. സോ അതൊരു കൾച്ചറൽ ഏലിയേഷന് കാരണമായി. ദെൻ ഇന്ത്യൻ കൾച്ചർ ബ്രിട്ടീഷ് കൾച്ചറിന് ഇൻഫീരിയർ ആണ് എന്നുള്ളൊരു ചിന്ത ഇന്ത്യൻസിൽ ക്രിയേറ്റ് ചെയ്തു.
ഇതൊക്കെയാണ് അതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ മക്കാളെ മിൻസിൽ മെറിറ്റ്സും ഉണ്ട് ഡിമെറിറ്റ്സും ഉണ്ട്. ഇന്ത്യയിലൊരു മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത് മക്കാളെ മിൻസാണ്. അതേസമയം തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷനെയും കൾച്ചറിനെയും അവർ മാർജിനലൈസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഡിവിഷൻ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്തു. സോ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിലും ഇന്ത്യൻ ട്രഡീഷനും അതുപോലെ തന്നെ മോഡേൺ നോളജിനെയും ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തത് MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഇൻ വിച്ച് ഇയർ ഡിഡ് ലോർഡ് മക്കാളെ പ്രസൻറ്റ് ഹിസ് ഫേമസ് മിൻസ് ഓൺ എഡ്യൂക്കേഷൻ? ആൻസർ 1835. വാട്ട് വാസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് മക്കാളെ മിൻസ് ഓൺ എഡ്യൂക്കേഷൻ? To promote Oriental learning in India, to establish technical education, to introduce English education and create a class of intermediaries, to preserve Indian classical languages. Option C ആണ് കറക്റ്റ് ആൻസർ. പിന്നെ പറയുന്നത് വിച്ച് തിയറി ഈസ് അസോസിയേറ്റഡ് വിത്ത് മക്കാളേസ് എഡ്യൂക്കേഷണൽ പോളിസി? ഫിൽട്രേഷൻ തിയറി ഓർ ഡൗൺലോഡ് ഫിൽട്രേഷൻ തിയറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചാർട്ടർ ആക്ട് ഓഫ് വിച്ച് ഇയർ അലോക്കേറ്റഡ് ഫണ്ട്സ് ദാറ്റ് ലെഡ് ടു ദ ഓറിയൻ്റലിസ്റ്റ് ആംഗ്ലിസിസ്റ്റ് കോൺട്രവേഴ്സി? 1830. ദെൻ അസേഷൻ ആൻഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേഷൻ, മക്കാളേസ് പോളിസി ക്രിയേറ്റഡ് എ കൾച്ചറൽ ഡിവൈഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. റീസൺ, ഓൺലി എ സ്മോൾ എലൈറ്റ് റിസീവഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ while masses remains uneducated. Answer എന്ന് പറയുന്നത് A. Both A and R are true and R is the correct explanation of A. Next question, which of the following statements about Makkale Minute is or are correct? It promoted vernacular education, advocated English as medium of instruction, focused on mass education, created the English educated middle class. Correct ആയിട്ടുള്ളത് it advocated English as medium of instruction, it created the English educated middle class. അതായത് ഓപ്ഷൻ A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the Orientalist opposed Macaulay's minutes. Reason, they assertion Orientalist opposed Macaulay minutes. Reason, they believed in promoting traditional Indian learning and languages. Answer option A. Both A and R are true and R is the correct explanation of A. Then match the following ആണ്. A കോളത്തിൽ ചാർട്ടർ ആക്ട്, B ബെൻഡിക് റെസൊല്യൂഷൻ, മക്കാളെ മിനിറ്റ്സ്, ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, അലൊക്കേഷൻ ഓഫ് ഫണ്ട്സ് ഫോർ സ്കൂൾസ് ആൻഡ് കോളേജസ്. ബെൻഡിക് റെസൊല്യൂഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മക്കാളേസ് റെക്കമെൻഡേഷൻ. മക്കാളെ മിനിറ്റ്സ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രയോറിറ്റി, എ സിംഗിൾ ഷെൽഫ് ഓഫ് ഗുഡ് യൂറോപ്യൻ ലൈബ്രറി, വോത്ത് വോൾ നേറ്റീവ് ലിറ്ററേച്ചർ. Downward filtration theory, education starts with elite and spreads to masses. So option C ആണ് correct answer വരുന്നത്. Then true or false, Macaulay's policy resulted in immediate universal literacy in India. False ആണ് answer. Then which of the following was a long-term impact of Macaulay's educational policy? Rise of Indian nationalism, creation of a westernized Indian elite, immediate spread of education in rural areas, cultural alienation of educated Indians from masses. So 1, 3 and 4 കറക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് 1, 2 and 4 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. സോ മക്കാളെ മിനിറ്റ്സ് എന്ന് പറയുന്നത് തോമസ് ബാബിങ്ടൺ മക്കാളെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ മക്കാളെ മിനിറ്റ്സ് പ്രകാരം ഇംഗ്ലീഷാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ മീഡിയമായിട്ട് അദ്ദേഹം കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പ്രപ്പോസ് ചെയ്തു. ദെൻ അതിൻ്റെ ബോത്ത് മെറിറ്റ്സ് ഉണ്ട് ഡിമെറിറ്റ്സ് ഉണ്ട്. മോഡേൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഫൗണ്ടേഷനായിട്ട് നമുക്ക് മക്കാളെ മിനിറ്റ്സിനെ പറയാൻ പറ്റും. അതേസമയം ഇന്ത്യൻ എഡ്യൂക്കേഷനെയും അതുപോലെ തന്നെ ഇവിടുത്തെ കൾച്ചറിനെയും പൂർണ്ണമായിട്ട് മാർജിനലൈസ് ചെയ്യുകയും ചെയ്തു. സോ ഇതാണ് മക്കാളെ മിനിറ്റ്സ്. താങ്ക് യു.